മോർ വെൽക്കം ബാക്ക് ടു ദി കോട്ടൺ ഡയറീസ്. ഞാൻ നിമ്മിയാണ്. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാനഡയിൽ ആൽബർട്ട എന്ന് പറഞ്ഞ പ്രൊവിൻസിലാണ് ഞങ്ങളുള്ളത്. അവിടെ തന്നെ കാൽഗറി എന്ന് പറയുന്ന ഒരു സിറ്റിയാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. അപ്പം ആൽബർട്ടയിൽ കാണാൻ ഭംഗിയുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു കാനഡയിലത്തെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആണ് ബാൻഫ് എന്ന് പറയുന്നത്. അവിടെയാണെങ്കിലും അവിടെ അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം റോക്കി മൗണ്ടൻസിൻ്റെ ഇടയിലാണ് ഈ സ്ഥലങ്ങളെല്ലാം. അപ്പം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും ഈ മൗണ്ടൻസിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര കാറിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇങ്ങനെ നോക്കിയിരുന്ന് പോകും എല്ലാ സ്ഥലങ്ങളും. എല്ലാ സീസണിലും ഇതിന് അതിൻ്റേതായ ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ജാനുവരി 26 ഞങ്ങൾ ഈ ട്രിപ്പ് പോയത്. 3 ദിവസത്തെ ട്രിപ്പായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ വീഡിയോ മാത്രം ഞാൻ ഇന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ എവിടേക്കാണ് പോകണമെന്ന് ഞാൻ പറയാം. അപ്പോൾ ഓൺ ദ വേ ഞങ്ങൾ കാനനാസ്കസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ആദ്യം പോയത്. അപ്പോൾ അവിടെ ജാനുവരി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം വിൻ്റർ സീസണാണ്. ഇഷ്ടംപോലെ മഞ്ഞുണ്ട്. ഇഷ്ടംപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ തണുപ്പുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ കുറേയധികം മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളിൽ മരത്തിലെല്ലാം മഞ്ഞുണ്ടാവണം, അങ്ങനെയാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഞങ്ങൾ പോയ സമയത്ത് ചില സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. അപ്പം കാനനാസ്കസിലിപ്പോൾ ഈ കാണുന്ന വീഡിയോയിലൊന്നും മരങ്ങളിലൊന്നും ഇല്ലെങ്കിലും മലയുടെ മുകളിലൊക്കെയും അതുപോലെ നിലത്തൊക്കെ ആണെങ്കിലും നിറച്ച് മഞ്ഞ് കിടക്കണം. എനിക്ക് മഞ്ഞ് വല്ലാത്തൊരു വീക്ക്നെസ് ആട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് ഇതിങ്ങനെ. വെറുതെ ഒന്ന് കണ്ണുകൊണ്ടൊന്ന് കണ്ടാൽ മതി, ഭയങ്കര ഒരു സന്തോഷമാണ് എനിക്ക്. അപ്പം ഞങ്ങൾ കാനനാസ്കസ് വില്ലേജ് എന്നാണ് ഈ സ്ഥലം. അപ്പോൾ അവിടെ ഞങ്ങൾ ഇറങ്ങി ചുമ്മാ ഇങ്ങനെ നടക്കുകയാണ്. എവിടേക്കൊക്കെയാണ് പോകേണ്ടതെന്നൊന്നും ഞങ്ങൾക്ക് വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണാമല്ലോ. അപ്പോൾ അതിലെ നടക്കാനുള്ള വഴിയൊക്കെ പോലെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ചുമ്മാ അതിലേക്ക് ഞങ്ങൾ ഇറങ്ങി നടന്നു. അങ്ങനെ നടന്ന് പോയപ്പം ഞങ്ങൾ നോക്കിയപ്പം അവിടെ കുറച്ച് ദൂരം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ചടുത്തായിട്ട് ഐസ് സ്കേറ്റിങ്ങിൻ്റെ ഒരു ഏരിയ കേട്ടോ. അതിന് വേണ്ടി തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലം. എനിക്ക് തോന്നുന്നു വിൻ്റർ ടൈമിൽ മാത്രമായിരിക്കും അത്, അല്ലാത്ത സമയത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓപ്പൺ സ്പേസ് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നപ്പം ഒരു അപ്പനും മോനും ആണെന്ന് തോന്നുന്നു. അവർ അവിടെ സ്കേറ്റ് ചെയ്യുക മാത്രമല്ല, എന്തോ ഗെയിമും കൂടെ കളിക്കുകയാണ്. എനിക്കിതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം നേരം ഇവരുടെ കളി ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ തവണ ഈ കൊച്ച് വീഴുന്നൊക്കെയുണ്ട്. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ. ഐസിൽ സ്കേറ്റിങ്ങും അതിൻ്റെ ഒപ്പം കളിയും എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം എക്സ്പെക്റ്റഡ് ആണ്. അതെല്ലാവർക്കും അറിയാം, നമുക്കും അറിയാം. അങ്ങനെ ഇവിടെ കുറച്ച് നേരം വായ നോക്കിയൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഓൺ ദ വേ ഞാൻ പറഞ്ഞല്ലോ, പോണ വഴിയൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ്. ഇതുപോലെയുള്ള മലകൾ, അതുപോലെ തന്നെ ഇവിടെ കുറേ അധികം ഉള്ളതാണ് ലേക്കുകൾ. ഇഷ്ടംപോലെ ലേക്കുകളുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. പിന്നെ ഇത് വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ലേക്കുകളൊക്കെ മിക്കവാറും ഫ്രോസൺ ലേക്കുകളൊക്കെ ആയി മാറിയിട്ടുണ്ട്. അപ്പം ഒന്നുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏറ്റവും മുകളിലത്തെ ഒരു ലെയറെങ്കിലും ഐസ് പോലെ ആയിട്ടുണ്ടാവും. ചില ലേക്കുകളുടെ മുകളിൽ നല്ല കട്ടിക്ക് ഐസൊക്കെ ആയിട്ട്, മഞ്ഞും ഐസൊക്കെ ആയിട്ട് കവേർഡായിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് നടക്കാൻ പോലും പറ്റുന്ന ലേക്കുകൾ ഇവിടെയുണ്ട്. അത് ഞാൻ കൂടുതലും ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്ത് പോയി. അത് ഡേ 2 അപ്പം ഡേ 2 ആണോ ഡേ 3 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും വരും, അധികം വൈകാതെ ആ വീഡിയോസൊക്കെ കൂടെ ഞാൻ കാണിക്കും കേട്ടോ. എന്തായാലും ഞങ്ങൾ നേരെ നമ്മുടെ റിസോർട്ടിൽ പോയിട്ട് നമ്മൾ ബാഗൊക്കെ ഒന്ന് ഒതുക്കി എല്ലാം ഒന്ന് സെറ്റാക്കി നമ്മൾ ചെറുതായിട്ടൊന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നെ രാത്രി നടക്കാനൊക്കെ ഇറങ്ങിയത്. നമ്മൾ എവിടെ പോയാലും അതിൻ്റെ പകലിലുള്ള ഭംഗി മാത്രം കണ്ടാൽ പോരല്ലോ, രാത്രിയിലുള്ള ഭംഗി കൂടെ കാണണ്ടേ. ഇപ്പം ഇതിനകത്ത് കാണുന്ന പോലെ ആ ഒരു ക്യാൻമോർ ഡൗൺ ടൗൺ ഏരിയ ആണ് കേട്ടത്. അപ്പം നിറച്ച് ലൈറ്റുകളൊക്കെ കത്തിച്ച് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇഷ്ടംപോലെ കടകൾ, പിന്നെ ഈ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കടകൾ, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങളൊന്നിൻ്റെ അകത്തേക്കൊന്നും കയറിയില്ല. വിൻഡോ ഷോപ്പിംഗ് മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. ജസ്റ്റ് പുറത്തേക്കൂടെ ആ വിൻഡോയിൽ കൂടെ ആ കടകളിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് ജസ്റ്റ് നോക്കിക്കാണുക, അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ പോയുള്ളൂ കേട്ടോ. പിന്നെ അത്യാവശ്യം തണുപ്പും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു -15 ഏതാണ്ട് ആ ഒരു റേഞ്ചിൽ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് സ്ഥലങ്ങൾ കാണുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ വളരെയധികം ഇഷ്ടമുള്ളത് കൊണ്ടും ചെറുപ്പത്തിലേ തന്നെ നമുക്ക് പിള്ളേരെ ഇതെല്ലാം പരിശീലിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതെൻ്റെ അനുഭവം കൊണ്ട് പറയുന്നത് കേട്ടോ. ചെറുപ്പത്തിലേ തന്നെ ഇവരൊക്കെ നമ്മളെവിടേക്ക് പോയാലും പറക്കിയും കൊണ്ട് പോവുക. അപ്പോൾ അവർക്കും അതിനോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ ഞങ്ങൾ രാത്രിയായപ്പം ഇറങ്ങിയതാണിത്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി കുറച്ച് പാട്ടൊക്കെ ഇട്ടിട്ട് ബാക്കിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. ഇനി നമുക്കിതിൻ്റെ പാർട്ട് 2, പാർട്ട് 3, അതായത് ഡേ 2, ഡേ 3 വ്ളോഗ്സ് ഒക്കെ പുറകെ വരും.
അപ്പോൾ താങ്ക് യു സോ മച്ച് അഗൈൻ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എവിടെ ടൈഗർ നോക്കട്ടെ? ടൈഗറാ? എന്തോ ഒരു ഗാലറി. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നല്ലേ നമ്മുടെ പണ്ടത്തെ സിനിമയിലെ സിദ്ദിഖിൻ്റെ സോൾ ഓഫ് കേരള ഉണ്ടല്ലോ, അതാണ് നമുക്ക് തോന്നുന്നത്. എന്താ മാത അത് കഴിക്കുന്ന സാധനമാണോ? എന്താ അത്? അത് കണ്ടിട്ട് പോപ്കോൺ ആയിട്ട് മാത്രം തോന്നിയില്ല? തോന്നിയാ? ശരി.